മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പത്രനീതി എന്ന പാഠത്തിൻ്റെ 2 പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്രങ്ങളെ ഭരണാധികാരികൾ നിരോധിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത പാരഗ്രാഫ് നോക്കൂ. പത്രങ്ങളെപ്പറ്റി വാഴ്ത്തിപ്പറഞ്ഞ വാക്കുകൾക്ക് ക്ഷാമമില്ല. രാഷ്ട്രീയത്തിലെ 4ാമത്തെ മഹാശക്തിയാണ് പത്രം. വലിയൊരു ചിന്തകൻ പറഞ്ഞതാണ്. തൻ്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്നുവരെ ഒരു എഴുത്തുകാരൻ പറഞ്ഞു. എന്നാൽ പത്രങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ പ്രശംസ ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജെഫേഴ്സണിൽ നിന്നാണ് കിട്ടിയത്. പത്രമില്ലാതെയുള്ള ഭരണത്തേക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പത്രമുണ്ടായാൽ എല്ലാമായി എന്നല്ലേ ഇതിൻ്റെ താല്പര്യം. പത്രങ്ങളെ ആരൊക്കെ വാഴ്ത്തിപ്പറഞ്ഞു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. പത്രങ്ങളെപ്പറ്റി വാഴ്ത്തിപ്പറഞ്ഞ വാക്കുകൾക്ക് ക്ഷാമമില്ല. അതായത് ഒരുപാട് പേര് പത്രങ്ങളെ വാഴ്ത്തിപ്പറഞ്ഞിട്ടുണ്ട്. വാഴ്ത്തിപ്പറയുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തിപ്പറയുക. രാഷ്ട്രീയത്തിലെ 4ാമത്തെ മഹാശക്തിയാണ് പത്രം. അപ്പോൾ രാഷ്ട്രീയത്തിൽ 4 മഹാശക്തികളുണ്ടാവും അല്ലേ? അതിൽ 4ാമത്തെ മഹാശക്തിയാണ് പത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ജനാധിപത്യത്തിലെ അല്ലെ രാഷ്ട്രീയത്തിലെ മഹാശക്തികൾ? 1 പാർലമെൻറ്റ്, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി, 4 പത്രം. അതായത് ജനാധിപത്യത്തിൻ്റെ 3 തൂണുകളായി വിശേഷിപ്പിക്കപ്പെടുന്നത് പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. 4ാമത്തെ തൂണായിട്ട് പത്രമാധ്യമങ്ങളെയും. വാർത്തകൾ സത്യസന്ധവും നീതിനിഷ്ഠവുമായി ജനങ്ങളിലെത്തിക്കുന്നതിൽ പത്രങ്ങൾക്കുള്ള ഉത്തരവാദിത്തമാണ് ഈ വിശേഷണത്തിൽ സ്പഷ്ടമാകുന്നത്. വലിയൊരു ചിന്തകൻ പറഞ്ഞതാണ്. അതായത് 4ാമത്തെ മഹാശക്തിയാണ് മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിച്ചത് തോമസ് കാർലിൻ എന്ന് പറഞ്ഞ ഒരു ചിന്തകനാണ്. 5ാമത്തെ മഹാശക്തിയായി വിശേഷിപ്പിക്കുന്നത് നവമാധ്യമങ്ങളെയാണ്. ഇനി നോക്കൂ, ഒരു എഴുത്തുകാരൻ പറഞ്ഞു. എന്താണ് എഴുത്തുകാരൻ പറഞ്ഞത്? തൻ്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അതായത് അത്രത്തോളം പത്രത്തെ പുകഴ്ത്തി പറയുകയാണ് ചെയ്യുന്നത് അല്ലേ? തനിക്ക് ആകെയുള്ള അറിവ് കിട്ടിയത് എവിടെ നിന്നാണ്? പത്രങ്ങളിൽ നിന്നാണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പത്രങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രശംസ, അതായത് പത്രങ്ങളെ ഏറ്റവും അധികം പ്രശംസിച്ചിട്ടുള്ളത് ആരാണ്? ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജെഫേഴ്സൺ ആണ് ഏറ്റവും അധികം പത്രത്തെ പ്രശംസിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്താന്ന് പറഞ്ഞത്? പത്രമില്ലാതെയുള്ള ഭരണത്തേക്കാൾ താൻ അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിക്കുക അല്ലേ? താൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നത് എന്താണ്? ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ഇതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ജെഫേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. ആരാണ് ജെഫേഴ്സൺ? അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡൻ്റാണ് ജെഫേഴ്സൺ. പത്രമുണ്ട് എങ്കിലത് ഭരണത്തിന് തുല്യമാണ്. അതായത് ഭരണത്തിന് തുല്യമാണ് പത്രം എന്നാണ് ആര് പത്രത്തെ പുകഴ്ത്തിയിട്ടുള്ളത്? ജെഫേഴ്സൺ. പത്രമുണ്ടായാൽ എല്ലാമായി എന്നല്ലേ ഇതിൻ്റെ താല്പര്യം? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? അതായത് പത്രമുണ്ടായാൽ എല്ലാമായി എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് ഭരണമില്ലെങ്കിലും കുഴപ്പമില്ല, എന്തുണ്ടായാൽ? പത്രമുണ്ടായാൽ. ജെഫേഴ്സൻ്റെ അഭിപ്രായം സൂക്ഷ്മമായി ചിന്തിച്ചാൽ പത്രത്തെ പ്രശംസിച്ചതല്ല, പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിനെ നിർവചിച്ചതാണ്. അത് സ്തുതിയല്ല, താക്കീതാണ്. അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നാണ് ഈ അഭിപ്രായത്തിൻ്റെ സാരം. ആ ഉയർന്ന നിലയിൽ നിൽക്കണമെന്നും അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയിപ്പോകുമെന്നുമുള്ള ശ്രദ്ധേയമായ ഒരു ധ്വനി അതിലുണ്ട്. പത്രങ്ങൾ അത് മനസ്സിലാക്കിയോ? ജെഫേഴ്സൻ്റെ അഭിപ്രായം നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അദ്ദേഹം ഇപ്പോഴത്തെ പത്രങ്ങളെ പുകഴ്ത്തിയതല്ല,
പത്രം എന്താണോ അതിനെ നിർവചിച്ചതാണ്. അതായത് എങ്ങനെയായിരിക്കണം പത്രം. ഒരു നല്ല പത്രമുണ്ടെങ്കിൽ എന്തു വേണ്ട, ഭരണം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് സ്തുതിയല്ല, താക്കീതാണ്. അതായത് പത്രത്തെ സ്തുതിച്ചതല്ല, പത്രത്തിന് നൽകിയിട്ടുള്ള ഒരു താക്കീതാണ്. എങ്ങനെയായിരിക്കണം പത്രം? അരാജകമായ ഒരവസ്ഥയിൽ പോലും എന്ത് പുലർത്തണം? സത്യവും നീതിയും പുലർത്തണം. അതായത് പത്രങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ പത്രങ്ങളെ പീഡിപ്പിക്കുക, പത്രങ്ങളെ നിരോധിക്കുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ പോലും പത്രങ്ങൾ എന്ത് ചെയ്യണം? സത്യവും നീതിയും പുലർത്തണം. അങ്ങനെയുള്ള പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നാണ് ആരുടെ അഭിപ്രായത്തിൻ്റെ സാരം? ജെഫേഴ്സൻ്റെ അഭിപ്രായത്തിൻ്റെ സാരം. അതായത് പത്രങ്ങൾ എപ്പോഴും എവിടെ നിൽക്കണം? ഉയർന്ന നിലയിൽ നിൽക്കണം. അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയിപ്പോകും എന്നൊരു ശ്രദ്ധേയമായ ധ്വനിയാണ് എന്തിലുള്ളത്? ജെഫേഴ്സൻ്റെ അഭിപ്രായത്തിൽ ഉള്ളത്. പത്രങ്ങൾ അത് മനസ്സിലാക്കിയോ? അതായത് പത്രങ്ങളത് മനസ്സിലാക്കണം. പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്ന വാർത്തകൾ സത്യസന്ധവും പക്ഷപാതരഹിതവുമായിരിക്കണം. തിന്മകളോട് ശക്തമായി പ്രതികരിക്കാനും ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകാനും കഴിയുമ്പോഴാണ് പത്രധർമ്മം പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെടുന്നത്. പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട്. അത് ആദ്യകാലം തൊട്ട് തന്നെ ഒഴിയാബാധ പോലെ അതിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വശം മറക്കരുത്. എന്തിൻ്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിവിരുദ്ധനായിരുന്ന ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദ്രോഹകാരിത്വത്തെ പലപ്പോഴും തുറന്ന് കളിയാക്കിക്കൊണ്ടിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങൾ അദ്ദേഹം പത്രങ്ങൾക്കെതിരെ നടത്തി. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് പറഞ്ഞത് വൈൽഡിലെ സാഹിത്യകാരൻ്റെ അന്യൂനമായ പക്ഷപാതമാകാം. പക്ഷേ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റുപറയുമോ? ഓസ്കാർ വൈൽഡിന് വില കൽപ്പിക്കാത്തവരെ കണ്ടേക്കാം. ഗിബ്സനെ അങ്ങനെ തള്ളാനൊക്കുമോ? അങ്ങോർ പറഞ്ഞത് അതിലും കഠിനമാണ്. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ് ആ വിശ്വവിശ്രുതനായ നാടകകർത്താവ് പ്രസ്താവിച്ചത്. ഇബ്സനല്ലേ? 2-3 വ്യംഗ്യാർത്ഥങ്ങൾ ഈ പരിഹാസത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി സുകുമാർ അഴീക്കോട് പറയുന്നത് പത്രത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെക്കുറിച്ചാണ്. പത്രത്തെ ആരൊക്കെയാണ് വിമർശിച്ചിട്ടുള്ളത് അതാണിനി പറയുന്നത്. പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട്. എന്താണ് ഇവിടെ കറുത്ത നിഴൽ എന്നുദ്ദേശിച്ചത്? അതായത് പത്രത്തിന് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്, ഒപ്പം ഒരുപാട് വിമർശനങ്ങളും പത്രങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നീതിപൂർവമല്ലാത്ത വാർത്തകൾ കൊടുക്കുക, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ അകാരണമായി ആരെയെങ്കിലും വേദനിപ്പിക്കുക, പക്ഷപാതം കാണിക്കുക, സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കച്ചവട മനോഭാവത്തോടെ നിലപാടുകൾ സ്വീകരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പത്രങ്ങൾക്ക് വിമർശനമുണ്ടാവുന്നു. അത് പണ്ട് മുതൽക്കേ ഉണ്ട് എന്നാണ് അഴീക്കോട് പറയുന്നത്. ഇനി പറയുന്നത് പത്രങ്ങളുടെ ദ്രോഹകാരിത്വത്തെ പലപ്പോഴും തുറന്നു കളിയാക്കിയിരുന്ന ഒരു കവിയെക്കുറിച്ചാണ്. അതാരാണ്? ഓസ്കാർ വൈൽഡ്. അദ്ദേഹം ഒരു ഐറിഷ് കവിയാണ്. അദ്ദേഹം എന്താണ് പത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുള്ളത്. കഥകളോ കവിതകളോ ലേഖനങ്ങളോ ഒന്നും വായിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. എന്നാൽ പത്രം ദിവസവും വീടുകളിൽ എത്തുന്ന ഒന്നാണ്. ഈ പത്രം വായിക്കാനാണെങ്കിൽ കൊള്ളുകയുമില്ല. ഒരു പക്ഷേ അത് ആ സാഹിത്യകാരൻ്റെ അന്യൂനമായ പക്ഷപാതമാകാം എന്നാണ് അഴീക്കോട് പറയുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഓസ്കാർ വൈൽഡ് കവിയാണ്,
അല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹം സാഹിത്യം നല്ലതാണെന്നും അത് വായിക്കപ്പെടുന്നില്ല എന്നും പറയുകയാവാം. അതുകൊണ്ടാവാം അദ്ദേഹം പത്രത്തെ എന്ത് ചെയ്യുന്നത്, വിമർശിക്കുന്നത്. പക്ഷേ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റു പറയുമോ? അഴീക്കോട് പറയുന്നത് പത്രങ്ങളുടെ വഷളത്തരമാണ് പത്രങ്ങളെ നിലനിർത്തി പോരുന്നത് എന്നാണ്. വഷളത്തരം വായിക്കാനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം, അല്ലേ? നമ്മൾ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോ കാണാറുണ്ട്. വിജ്ഞാനപ്രദമായ വീഡിയോ കാണുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വഷളത്തരങ്ങൾ തന്നെയാണ്, അല്ലേ? വളരെ ചിരിക്കാനുതകുന്നതോ അതല്ലെങ്കിൽ ട്രോളുകളോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ലാതെ വെറുതെ നമ്മെ രസിപ്പിക്കുക മാത്രം ചെയ്യുന്ന പരിപാടികൾ കാണാനാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുന്നത്. അതാണ് ആ ചാനലുകളെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് പത്രത്തിൻ്റെ കാര്യവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പത്രത്തെ വിമർശിച്ച മറ്റൊരു എഴുത്തുകാരനെക്കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം ആരാണ്? നോർവീജിയൻ നാടകകൃത്തായ ഇബ്സൻ. ഓസ്കാർ വൈൽഡ് പറഞ്ഞതിനേക്കാൾ കഠിനമാണ് ആര് പറഞ്ഞത്? ഇബ്സൻ പറഞ്ഞിട്ടുള്ളത്. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ. സാധാരണയായി എന്തെങ്കിലും പരീക്ഷണം നടത്തിയാൽ ശാസ്ത്രജ്ഞർ അത് ആരുടെ മേലാണ് ആദ്യം പരീക്ഷണം നടത്തുക? മൃഗങ്ങളുടെ മേലാണ്. അതിനുശേഷം മാത്രമാണ് മനുഷ്യരിൽ പരീക്ഷിക്കൂ. എന്നാൽ ഇവിടെ ഇബ്സൻ പറയുന്നത് എന്താണ്? ശാസ്ത്രജ്ഞർ മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്നതിന് പകരം എന്ത് ചെയ്യട്ടെ? ആദ്യം പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ്. ഇത് പത്രപ്രവർത്തകരെക്കാൾ ഭേദമാണ് മൃഗങ്ങൾ, അല്ലേ എന്നല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇബ്സൻ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൽ 2-3 വ്യംഗ്യാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലേ? വ്യംഗ്യാർത്ഥങ്ങൾ ഈ പരിഹാസത്തിൽ അടങ്ങിയിട്ടുണ്ട്. വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞാൽ ആന്തരികമായ അർത്ഥം, ഉള്ളിലടങ്ങിയിരിക്കുന്ന അർത്ഥം എന്നർത്ഥം. അതായത് ഇതിനുള്ളിൽ മറ്റർത്ഥങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊരു എഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു. എന്താണ്? സത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം അത് അസത്യമാണെന്ന് പത്രത്തിനറിയാം, എങ്കിലും അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അതായത് എന്നും ആ വാർത്ത തന്നെ കൊടുക്കുക. അവസാനം ഒരുപക്ഷെ എന്താവും? അത് സത്യമായി തീരും. അങ്ങനെ സത്യമായി തീരുകയാണെങ്കിൽ തങ്ങളുടെ പത്രമാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് എന്നൊക്കെ പറയാം, അല്ലേ? ഓസ്ട്രേലിയയിൽ നടന്ന ഒരു സംഭവം ഞാനിവിടെ സൂചിപ്പിക്കാം. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ഒരു വനത്തിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു. കുഞ്ഞിനെ ചെന്നായ കൊണ്ടുപോയതാണ്. പക്ഷേ ഒരാൾ പറഞ്ഞു, ഇത്രയും ഭാരമുള്ള കുഞ്ഞല്ലേ, ഈ ഭാരമുള്ള കുഞ്ഞിനെ ഒരു ചെന്നായ്ക്ക് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ചിലരുടെ സംശയം അമ്മ കുഞ്ഞിനെ കൊന്നതായിരിക്കുമോ എന്നായിരുന്നു. പിന്നീട് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. വാർത്തകൾ, അതായത് പത്രത്തിൽ വന്ന വാർത്തകളൊക്കെ എങ്ങനെയുള്ളതായിരുന്നു? അമ്മ കുഞ്ഞിനെ കൊന്നു എന്നായിരുന്നു. അത് സംഭവം കോടതിയിലെത്തി. അവസാനം മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ ആരും ശരിവച്ചു? കോടതിയും ശരിവച്ചു. അങ്ങനെ ആ അമ്മയ്ക്ക് കോടതി ശിക്ഷ വിധിക്കുന്നു. അമ്മ ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചതേയില്ല. തൻ്റെ കുഞ്ഞിനെ താൻ കൊല്ലുകയില്ല എന്ന് അമ്മ ഒരുപാട് പറഞ്ഞു. പക്ഷെ ആ അമ്മയുടെ വാക്കുകൾ ആരും മുഖവിലക്കെടുത്തില്ല. അമ്മ ശിക്ഷ അനുഭവിച്ചു. മറ്റൊരു സംഘം ഈ വനത്തിലെത്തിയപ്പോൾ
അവിടെ നിന്ന് ഒരു ഉടുപ്പ് കണ്ടു കിട്ടുകയാണ്. ആ ഉടുപ്പിൽ ചെന്നായുടെ പല്ലിൻ്റെ അടയാളവും രക്തക്കറയും ഉണ്ടായിരുന്നു. പിന്നീടത് പരിശോധിച്ച് നോക്കിയപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞത് മുമ്പ് കാണാതായ കുട്ടിയുടെ ഉടുപ്പാണ് അതെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി പിന്നീട് തെളിയിക്കപ്പെട്ടത് ചെന്നായയാണ് ആ കുട്ടിയെ കൊണ്ടുപോയതെന്നാണ്. മാധ്യമങ്ങൾ ആരെ കുറ്റക്കാരിയാക്കി? ആ അമ്മയെ കുറ്റക്കാരിയാക്കി. ഇത്രയും വർഷം അമ്മയ്ക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അമ്മയുടെ സത്യസന്ധത തെളിയിക്കപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റവാളിയാക്കിയത് ആരാണ്? മാധ്യമങ്ങളാണ്. അതുതന്നെയാണ് ഇവിടെ ആര് സൂചിപ്പിക്കുന്നതും? ആ ഒരു എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നതും. പത്രത്തെ ഒരുപാട് പേര് വിമർശിച്ചു. ഇക്കൂട്ടരിൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞത് സാമുവൽ ബട്ട്ലറാണ് എന്നാണ് അഴീക്കോട് പറയുന്നത്. അതായത് പത്രങ്ങൾ ഒരു സേവനം ചെയ്യുന്നുണ്ട്. പത്രത്തിലെ അവിശ്വസനീയമായ കാര്യങ്ങൾ കണ്ട് എവിടെയെങ്കിലും അച്ചടിച്ചത് കണ്ടാൽ അത് വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കുന്നു. അത് പഠിപ്പിച്ചത് ആരാണ്? പത്രമാണ്. അഴീക്കോടിന് വിസ്മയം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വിസ്മയം എന്താണ്? 19-ാം നൂറ്റാണ്ടുകാരനായ സാമുവൽ ബട്ട്ലർ 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ വൈകിയ ഘട്ടത്തിൽ, അതായത് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയ ഇന്നത്തെ പത്രത്തിൻ്റെ അവസ്ഥ അന്നേ കണ്ടറിഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മൾ ഇന്നും പത്രങ്ങൾ വായിക്കുന്നത് അത് ധൂമപാനം പോലെ ഒരു ദുശീലമായി തീർന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ധൂമപാനം എന്ന് പറഞ്ഞാൽ പുകവലി. ആ ദുശീലം ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പ്രയാസമാണ്. അഴീക്കോട് വളരെ ചെറുപ്പം മുതൽക്കേ വായിക്കാൻ തുടങ്ങിയ പത്രങ്ങൾ ഇന്നും വിടാതെ വായിച്ചു കൊണ്ടിരിക്കുന്നു. അത് പുകവലി പോലെ ഒരു ദുശീലമായിട്ട് തീർന്നിരിക്കുകയാണ്. കാലം കുറേ കഴിഞ്ഞപ്പോൾ പത്രങ്ങൾക്ക് വന്ന മാറ്റം അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. പഴയകാല പത്രത്തിൽ നിന്നും ഇന്ന് ഒരുപാട് മാറ്റം പത്രത്തിന് വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ആ വായിച്ചു വന്ന ശീലം മാറ്റാൻ പ്രയാസം. പിന്നെ മാറ്റിയിട്ടും ഫലമില്ല എന്ന് ആർക്കറിയാം? സുകുമാർ അഴീക്കോടിനറിയാം. കാരണം നല്ല പത്രം വായിക്കാമെന്ന് വെച്ച് ചീത്ത പത്രം നിർത്തുന്നവൻ വിഡ്ഢിയാക്കപ്പെടുകയാണ്. കാരണം ഒരു പത്രവും നല്ലതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇന്ന് ഒരു വാർത്ത വായിക്കുന്നവന് സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും. അതായത് വാർത്ത വായിച്ചാൽ മാത്രം പോരാ, ആ വാർത്തകൾ ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം എന്ന് പറഞ്ഞാൽ ഊഹിക്കുക, ഭാവനയിൽ കാണുക, ഇതൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കാം എന്താണതിൽ സത്യമുള്ളത് എന്ന് കണ്ടെത്താൻ ആ വായനക്കാരന് കഴിയുന്നത്. എന്തായാലും യഥാർത്ഥ നീതിയെയും ധാർമ്മിക മൂല്യത്തെയും സർവോപരി സത്യത്തെയും മുറുകെ പിടിക്കേണ്ട, സമൂഹത്തിൽ ഗുണപരമായ മാറ്റം വരുത്തേണ്ട ശക്തിയായി നമ്മുടെ പത്രങ്ങൾ മാറിയേ മതിയാവൂ. ഇന്ന് നമുക്ക് നവമാധ്യമങ്ങളാണ് വാർത്തകൾ ഏറ്റവും ആദ്യം എത്തിച്ചു തരുന്നത്. റേഡിയോയിലൂടെ വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയുന്നു, പത്രത്തിലൂടെ വായിക്കാൻ കഴിയുന്നു, കാണാൻ ടെലിവിഷനിലൂടെ കഴിയുന്നു. അല്ലേ? ഇത് മൂന്നും ഒരുമിച്ച് നമുക്ക് സാധ്യമാകുന്നത് എവിടെയാണ്? ഇൻ്റർനെറ്റിലാണ്. അത്തരം സൗകര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നത്.